വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെക്സ് പാറ്റേൺ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കോട്ട് സെറ്റാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഷർട്ട് കോളറായിട്ടുള്ള ഒരു ടോപ്പും അതിൻ്റെ തന്നെ ഒരു പലാസോ പാൻറ്റുമാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 5 മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും പാൻസിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു കോട്ട് സെറ്റിൽ നോർമൽ ഒരു പലാസോ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലും മടക്ക് സൈഡ് വരുന്നത് നമ്മുടെ ഭാഗത്തായിട്ട് ഇതേപോലെ മടക്കിയിട്ട ശേഷം എത്രയാണോ കുർത്തിക്ക് ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് സൈഡിലെ പീസിൽ ഫ്രണ്ട് പീസിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ ഷോൾഡറിൻ്റെ ഭാഗത്ത് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ കോളറിനൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലാത്ത കുർത്തിയിലായാലും ബാക്ക് വശത്ത് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് സൈഡിൽ ഇതേപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ ഓപ്പൺ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. ഫോൾഡഡ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ഓപ്പൺ സൈഡിൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ മുകളിൽ നിന്നും താഴെ വരെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കണം. അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിരിക്കുന്ന ആ ലൈൻ കഴിഞ്ഞ ഭാഗത്തേക്ക് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 15 ഇഞ്ചാണ്, 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. കോളർ നെക്ക് ആയതുകൊണ്ട് ഒരു 1/2 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ആം ഹോൾ ലെങ്ത്ത് 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ചെസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് ആണ്. ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമുക്ക് 2 പീസ് ജോയിൻ ചെയ്തെടുക്കാനുള്ള തയ്യൽ തുമ്പും കൂടി വേണം. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് 11.5 ഇഞ്ച്. അത് കഴിഞ്ഞ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 14.5 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്നും ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് 21 ഇഞ്ചിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് നമ്മുടെ ബസ് പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് 10.5 ഇഞ്ചിലൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഓപ്പൺ സൈഡിൽ നിന്നും ഉൾഭാഗത്തേക്കായിട്ട്, അതായത് 1.5 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞിട്ട് 4 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്തെടുക്കാനും പിന്നെ അവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് എനിക്കിവിടെ 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ഈ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ കർവ് വരച്ചെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആം ഹോൾ ലെങ്ത്തിൽ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം.
ഫ്രഞ്ച് കർവിൻ്റെ മുകൾ ഭാഗം ഒരു 1/2 ഇഞ്ച് ആ ഒരു ലൈനിൽ നിന്നും നീക്കി വെച്ചിട്ടാണ് ആം ഹോൾ കർവ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് ലൈൻ വരച്ചെടുക്കണം. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ചിൽ നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് ഒരു 8 ഇഞ്ച്, അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്കായിട്ട് വരത്തക്ക രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. അതിൻ്റെ മിഡ് പോയിന്റ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റിൻ്റെ ആ ഒരു ലൈനിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുത്ത ശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരിക. 2 സൈഡിലും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും ആം ഹോളിൻ്റെ ഈ ഒരു കോർണറിലേക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇത് ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും ആം ഹോളിലേക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇവിടെ എലൈനായിട്ടാണ് ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റിൽ നിന്നും താഴോട്ടേക്ക് ചരിച്ച ഈ ഒരു തുണിയുടെ മാക്സിമം വിഡ്ത്തിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്തെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോയിന്റിൽ നിന്നും പ്രിൻസസ് കട്ടിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെയും അടിഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് 1.5 ഇഞ്ച് മുകളിലോട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്തേക്കായിട്ടാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നെക്കിൽ നിന്നും അങ്ങോട്ടേക്ക് ആ ഒരു സ്ലോപ്പ് വരച്ചെടുക്കാം. നമ്മുടെ കോളറിനൊക്കെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു കർവ്ഡ് വി ഷേപ്പിലാണ് ഈ ഒരു ബോക്സിനകത്ത് ഞാൻ വരച്ചെടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ആം ഹോൾ കർവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് അളവിൽ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു ടക്സിട്ട ഭാഗത്തും ഇതേപോലെ 1/4 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഷോൾഡർ വിഡ്ത്ത് 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് 1 ഇഞ്ച് കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതൊരു എൽ ഷേപ്പിൽ നമുക്കിവിടെ വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ എനിക്ക് 10.5 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിലും നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഒരു ബോക്സായിട്ട് വരച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു കർവ്ഡ് യു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു പോയിൻ്റ് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നെക്കിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാക്ക് സൈഡിൽ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ബാക്ക് സൈഡിൽ നമ്മൾ 2 സൈഡിലായിട്ടും ടക്സ് പിടിക്കുന്നുണ്ട്. ഇനി ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം. ഈ ഒരു ബാക്ക് സൈഡിലും അടിഭാഗത്ത് ഓപ്പൺ സൈഡിൽ 1.5 ഇഞ്ച് മുകളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ച് ലെങ്ത്തിൽ ടക്സ് ഇടാൻ വേണ്ടിയിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഫോൾഡഡ് സൈഡിൽ നിന്നും ഉൾഭാഗത്തേക്കായിട്ട് 4 ഇഞ്ചും വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. അപ്പോൾ അത് നമുക്ക് 2 സൈഡിലായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഞാൻ എൽബോ ലെങ്ത്തിലുള്ള സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ എനിക്ക് 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് സ്ലീവിൻ്റെ. 11 ഇഞ്ചാണ് ഈ ഒരു പീസ് ഉള്ളത്. അപ്പോൾ എക്സ്ട്രാ ചെറിയൊരു പീസ് നമ്മൾ അടിവശത്ത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ അടിവശത്ത് സ്ലീവ്സ് റൗണ്ട് 6.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നിന്ന് ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ നമ്മുടെ ബൈസെപ്സിൻ്റെ അളവ് 7.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇതേപോലെ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഈ അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 സൈഡ് പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സെൻട്രൽ പീസിൻ്റെ കൂടെ സൈഡ് പീസ് നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3.5 ഇഞ്ചിലായിരുന്നു ലെങ്ത്ത് കൊടുത്തിരുന്നത്. ടോട്ടൽ നെക്ക് ലെങ്ത്ത് എനിക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് ഭാഗത്തേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ നിന്നും താഴോട്ടേക്ക് നമുക്ക് ഈ ഒരു 2 പീസും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓപ്പണായിട്ട് തന്നെ വേണം എന്നാണെങ്കിൽ ബട്ടൺ ഹോളും വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ ഒരു നെക്ക് ലെങ്ത്ത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ്. ഈ ഒരു സൈഡ് വഴിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടിവശത്ത് 9 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെയാണ് നെക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നെക്ക് വശത്ത് കോളർ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത് അളന്ന് നോക്കണം. അതിന് വേണ്ടി നമ്മൾ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്ത ശേഷം ബാക്ക് നെക്കിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗം മുതൽ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു ഓപ്പണിൻ്റെ എൻഡ് വരെ ടേപ്പ് ഇതേപോലെ റൗണ്ടായിട്ട് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 10.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇത് രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടാണ് 10.5 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 21 ഇഞ്ചാണ്. ഞാനിവിടെ കോളറിന് വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 11.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് 11.5 ഇഞ്ച്. 10.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 10.5 ഇഞ്ച് ലെങ്ത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. താഴെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മുകളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു 10.5 ഇഞ്ച് ലെങ്ത്ത് വരെ ഇതേപോലെ മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് 3/4 ഇഞ്ച് ഉള്ളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇതേപോലെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇവിടെ നിന്നും 2 ഇഞ്ച് മുകളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് 3.25 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് നീക്കി മാർക്ക് ചെയ്തെടുത്ത ശേഷം അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം. ഈ ഒരു 10.5 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നതെന്നും ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ആ ഒരു പോയിന്റിലേക്കാണ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനി വരച്ചെടുത്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മറ്റൊരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 2 പീസും കൂടി ചേർത്ത് നമുക്ക് 2 പിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചുളിയോളില്ലാണ്ട് കിട്ടും. ഇനി ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ അടിഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ലോങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കത്രികയുടെ അറ്റം വെച്ചിട്ട് ആ ഒരു എൻഡ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗം, ആ ഒരു തുണിയുടെ പീസ് നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതേപോലെ കറക്റ്റായിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറ്റേ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഉൾഭാഗത്തേക്ക് ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാൻവാസിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചും കൂടി കൊടുക്കാം. കോളർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ സ്ലീവ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു പീസും കൂടി ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസിന് 3 ഇഞ്ചിലാണ് വീതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് രണ്ട് സൈഡിലും തയ്യൽ തുമ്പായിട്ട് പോവും. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ച് പോവും. അങ്ങനെ 2 ഇഞ്ച്. അത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇവിടെ നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു സ്ലീവ്സിനേക്കാളും 1 ഇഞ്ചാണ് എക്സ്ട്രാ വേണ്ടത്. ഇനി സ്ലീവിൻ്റെ അടിവശത്തായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഷോ ബട്ടണും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവ്സ് കൂടുതൽ ഭംഗിയായിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു 5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇവിടെ സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ നല്ല വശം നമ്മുടെ സ്ലീവ്സിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു പീസ് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു അറ്റത്ത് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് തയ്യൽ തുമ്പ് കവർ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെൻട്രൽ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള പീസ് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം നൂല് സൂചി ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തൊരു ഷോ ബട്ടണും കൂടി വെച്ച് കൊടുക്കണം. രണ്ട് സ്ലീവ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ബാക്ക് വശത്തെ പീസ് നമുക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്ലീവ് സെൻട്രൽ ഭാഗം വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗം മനസ്സിലാവും. അവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്ലീവ്സിൻ്റെ സെൻട്രൽ ഭാഗവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ്സിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗവും നമ്മളിപ്പോൾ നോച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെൻട്രൽ ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
രണ്ട് സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ്സും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സ് മുതൽ താഴെ വരെ അളവ് നോക്കി അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലത് ഭാഗത്തായിട്ട് ഒരു പോക്കറ്റും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ്സ് മുതൽ താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് വരുന്നവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ നിന്നും താഴോട്ടേക്ക് പോക്കറ്റ് വയ്ക്കാനായിട്ടുള്ള ഭാഗം വിട്ടിട്ട് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോക്കറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റ് റൗണ്ട് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ബാക്കി ഭാഗത്തേക്ക് 6 ഇഞ്ചാണ് അതിൻ്റെ അളവ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പോക്കറ്റ് വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ബാക്ക് ടക്കും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ബാക്ക് ടക്സിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് പോക്കറ്റ് വെക്കേണ്ട സൈഡിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പോക്കറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് 2 പീസ് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു 12 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. നല്ല സൈഡും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഈ ഒരു പീസിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് മറ്റേ ഭാഗത്ത് ആ ഒരു പീസും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇനി ഈ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോക്കറ്റ് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട്
ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. പോക്കറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല വശത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും കുറച്ച് ഭാഗം കൂടി ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഉൾവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സ് മുതൽ നമ്മളിപ്പോൾ പോക്കറ്റിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത അവിടം വരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പോക്കറ്റിൻ്റെ അടിവശം മുതൽ താഴെ വരെയും ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പോക്കറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗം ലെവൽ അല്ലെങ്കിൽ കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കുർത്തി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിവശത്തായിട്ട് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. സൈഡ് എയർലൈനായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ ഷോ ബട്ടൺസ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗത്തും ഷോ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.